ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ആയുസ്സോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. നാം പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതുമൊക്കെ നൽകിത്തരുന്ന ഒരു നല്ല ദൈവത്തെയാണല്ലോ നാം സേവിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അതുപോലെ നടത്തിക്കൊടുത്ത ഒരു നല്ല സ്നേഹനിധിയായ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ധാരാളം ഭക്തന്മാർ അങ്ങനെ വേദപുസ്തകത്തിലുണ്ട്. അവരിൽ ഒരു പ്രധാനിയായ വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവ് ആരാണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലെ യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് യാക്കോബ് പറയുന്നു. ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദൈവമേ നീ ഭൂമിയിൽ മഴ പെയ്യിക്കരുത്, പ്രത്യേകിച്ച് ഇസ്രായേൽ രാജ്യത്ത്. കാരണം ഇസ്രായേൽ രാജാവായ ആഹാബ് ദൈവത്തെ കോപിപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ജനങ്ങളെയും തെറ്റിച്ച് രാജ്യഭരണം നടത്തിയ ഒരു രാജാവാണ്. ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും ദൈവത്തോട് മത്സരിക്കുന്ന ആഹാബിന് നല്ലതായിരിക്കത്തില്ല എന്നും ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞാൽ ദൈവം അതുപോലെ ചെയ്യുമോ എന്നുള്ള സംശയമൊന്നും ഏലിയാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ വസ്തുത. നേരത്തെ ദൈവത്തോട് ചോദിച്ച ഒരു അഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ പറയും, അങ്ങനെ പറയുമ്പോൾ ദൈവമേ നീ ഞാൻ പറയുന്നത് പോലെ മഴമേഘങ്ങളെ തടഞ്ഞ് ദേശത്ത് മഴ പെയ്യാതിരിക്കണം, അങ്ങനെ ചെയ്യണം, എന്നെ മാനിക്കണം എന്നൊന്നും ഏലിയാവ് ദൈവത്തോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദൈവത്തിനുള്ള അചഞ്ചലമായ വിശ്വാസവും താൻ പറഞ്ഞാൽ ദൈവം കേൾക്കുമെന്നുള്ള ഉറപ്പും ഉള്ളതുകൊണ്ട് ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന് ആഹാബിൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ ഏലിയാവ് വിളിച്ചു പറഞ്ഞു. ഏലിയാവ് പറഞ്ഞ വാക്ക് ദൈവം പറഞ്ഞ വാക്കായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏലിയാവിന് അങ്ങനെ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? താൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് താൻ പറഞ്ഞാൽ ദൈവം കേൾക്കും, അതുപോലെ ചെയ്യുമെന്നുള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. ഇതാ ഏലിയാവ് പറഞ്ഞതുപോലെ 3.5 വർഷം ഇസ്രായേൽ ദേശത്ത് മഴ പെയ്തില്ല, ക്ഷാമമുണ്ടായി, കൃഷികളില്ല, ധാന്യമില്ല, വെള്ളമില്ല, ജനങ്ങളാകപ്പാടെ ദുരിതത്തിലായി. ആ രാജ്യത്തെ ഭരിക്കുന്ന രാജാവാണ് അതിന് കാരണക്കാരൻ. പിന്നെയും അതേ ഏലിയാവ് ദൈവത്തോട് പറഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ
3.5 വർഷം മഴമേഘങ്ങളെ തടഞ്ഞ ദൈവം വീണ്ടും ദേശത്ത് മഴ പെയ്യുവാനും ദേശത്ത് ധാന്യം വിളയുവാനും ഇടയാക്കി. ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഏലിയാവിന് മാത്രമായി ദൈവത്തോടൊരു എഗ്രിമെൻറ്റുമില്ല. ദൈവത്തിൻ്റെ ഭക്തന്മാരായി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഞാനും നിങ്ങളും പറഞ്ഞാലും ദൈവം കേൾക്കും. നമുക്ക് പറയാൻ മടിയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? നാണക്കേടാകില്ലേ? അവിടെ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള സംശയം നമ്മളെക്കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഏലിയാവിനെ പോലെ ആകുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ സാധുവായ ഏഴയായ ഞാൻ ദൈവത്തോട് പറഞ്ഞാലും എൻ്റെ ദൈവം ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടുകൂടി, സംശയം ലേശമില്ലാതെ, ഉറച്ച വിശ്വാസത്തോടുകൂടി ഒന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം. ഏലിയാവിന് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ച മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഏലിയാവിന് അത്രയും ധൈര്യമുണ്ടായത്. നമുക്കും ആ കൃപയൊക്കെ പ്രാപിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കും. അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെട്ട ദൈവം നടത്തി തന്നിട്ടില്ലേ? നമ്മളെ ദൈവം മാനിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ സംശയിക്കുന്നത്? വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ ദൈവം കേൾക്കും. അത് പറയുവാനുള്ള ധൈര്യവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. അത്രമാത്രം. ഈ ദിവസം ദൈവമേ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇത് ചില ഭക്തന്മാർക്ക് വേണ്ടി മാത്രമുള്ള ദൈവപ്രവൃത്തിയല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും പ്രാർത്ഥിച്ചാൽ ദൈവം അതുപോലെ കേൾക്കും. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, അവൻ അതിലും അധികമായത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പം യാതൊരു സംശയം വേണ്ട. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് പറയാം, കർത്താവേ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് പോലെ, ഞങ്ങളും പറയുന്നത് പോലെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് നമുക്കും ഒന്ന് വിശ്വാസത്തോടെ പറയാം. നിശ്ചയമായും നമ്മുടെ വിശ്വാസം കാണുമ്പോൾ കർത്താവ് സന്തോഷിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കമാകട്ടെ. ഓരോ ദൈവമക്കളും ദൈവത്തോട് പറയുന്നത് പോലെ, ആവശ്യപ്പെടുന്ന പോലെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ സ്തോത്രം, അതിനർത്ഥം നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദമുണ്ട് എന്നുള്ളതാണ്. നാം പറയുന്നത് അതുപോലെ നടക്കണമെങ്കിൽ, ദൈവം തമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നാം ദൈവത്തിന് ഹിതമാവണ്ണം നടക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്ന രീതിയിൽ, വഴിയിൽ തന്നെ നാം നടക്കണം. എങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കും. നാം പറയുന്നത് പോലെ ദൈവം ചെയ്യും. ഇന്ന് ദൈവത്തിൻ്റെ ഈ വചനം ഓരോ പ്രിയപ്പെട്ടവരും ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമുക്ക് ഏലിയാവിനെ പോലെ ആകുവാൻ സാധിക്കും. നമുക്കും ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന് മനുഷ്യരിൽ യാതൊരു വ്യത്യാസവുമില്ല. മുഖപക്ഷമില്ലാത്തൊരു ദൈവമാണ്. അതുകൊണ്ട് നമുക്കും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവ് പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനകരമായി തീർന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവ് ചെയ്ത് കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.